കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിക്ചർ ലേഔട്ട് എന്ന് പറയുന്ന ടാബാണ് പിക്ചർ ലേഔട്ട് അല്ല പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലസ്ട്രേഷൻ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. അതായത് ഇൻസേർട്ട് ടാബിനകത്തുള്ള ഇലസ്ട്രേഷൻ കമാൻഡ് ഗ്രൂപ്പ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് ഇലസ്ട്രേഷൻ കമാൻഡ് ഗ്രൂപ്പ്. അതിൽ ആദ്യത്തേത് ഷേപ്സ് ആണ്. നമ്മൾ നോർമലി ഹോം ടാബിനകത്ത് പഠിച്ച സെയിം ഷേപ്സ് തന്നെയാണ്. ഇൻസേർട്ട് ടാബിനകത്ത് കണ്ട സെയിം ഷേപ്പ് തന്നെയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? പല ടൈപ്പിലുള്ള ഷേപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തതാണ് ഐക്കൺസ്. ഐക്കൺസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇൻസേർട്ട് ആൻ ഐക്കൺ ടു വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സിമ്പിൾസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റിനെ നമ്മളൊരു വിഷ്വലി കുറച്ച് സിമ്പിൾസ് ആയിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഐക്കൺസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഐക്കൺസ് എന്നുള്ളത്. ഐക്കൺസ് ഞാൻ ക്ലിക്ക് ചെയ്തു. കണ്ടോ, നമ്മൾ നേരത്തെ സ്റ്റോക്ക് ഇമേജ് എന്ന് പറഞ്ഞ് നമ്മൾ പിക്ചേഴ്സിനകത്ത്, അതായത് നമ്മുടെ ഇമേജ് നമ്മൾ ഇവിടെ കണ്ടായിരുന്നു. നമ്മൾ ഈ ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ വന്നതാണ് ഈ സ്റ്റോക്ക് ഇമേജസ് എന്നുള്ളത്. അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഇമേജസ് ലൈബ്രറിയിലുള്ളതാണ് ഈ ഐക്കൺസ്. കണ്ടോ, ഇത് ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾസ് ആയിട്ട് ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരുപാട് സിമ്പിൾസ് അവൈലബിൾ ആണ്. നമുക്കിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്തോറും ഈ സിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സണ്ണ്, ഡ്രസ്സ്, അങ്ങനെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സിമ്പിൾസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാനായിട്ട് പറ്റും. ചപ്പൽ, ഫ്ലവർ, ബൊക്കറ്റ്, ഒരു ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് കാണുന്നില്ലേ, ഇതാണ് ബൊക്കറ്റ് എന്ന് പറയുന്നത്. ഗ്ലോബിൻ്റെ ഇതുണ്ട്, ഹാമറുണ്ട്, ഷേക്ക് ഹാൻഡ് ഉണ്ട്. കണ്ടോ, ആനിമൽസിൻ്റെ സിമ്പലുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള സിമ്പൽ നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. ഇൻഫിനിറ്റി കണ്ടോ, കേക്ക്, സ്ലൈസ് കേക്ക്, കാൽക്കുലേറ്റർ കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു ഒരു സിമ്പിൾ നമ്മൾ എന്താണ് ഒരു കണ്ടൻറ്റിനെ പറ്റി ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിമിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇതിനകത്തുള്ള സിമ്പിൾസ് നമുക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെയൊക്കെ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആനിമൽസിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കൊടുത്ത ഐക്കൺ അവിടെ എന്താവും, പേസ്റ്റ് ആവും. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഐക്കൺ. നമ്മളിവിടെ ക്യാമലിൻ്റെ ഒരു ഐക്കണായിരുന്നു സെലക്ട് ചെയ്തത്. ഇതിനെന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കാൻ പറ്റും. കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിക്സ് എന്നുള്ള ഈ കമാൻഡ് എടുത്തപ്പോഴും എന്ത് സംഭവിച്ചു, എന്നിട്ട് നമ്മളൊരു ഐക്കൺ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ടാബ് ഓപ്പൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. അതായത് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് ഉണ്ട്, സെയിം ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണാൻ പറ്റും, പിന്നെ അറേഞ്ച് സൈസ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ് കൂടുതൽ കമാൻഡ്സും. ഇതിനകത്ത് എക്സ്ട്രാ വന്നത് ഈ ചേഞ്ച് ഗ്രാഫിക് എന്നുള്ളതാണ്. ചേഞ്ച് ടു ഡിഫറെൻറ്റ് ഗ്രാഫിക്സ് പ്രിസർവിങ് ദ ഫോർമാറ്റിംഗ് ആൻഡ് സൈസ് ഓഫ് ദ കറണ്ട് ഗ്രാഫിക്. ഈ കറണ്ട് ഗ്രാഫിക്കിൻ്റെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പിക്ചർ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിവൈസിലുള്ള ഏതെങ്കിലും പിക്ചർ നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജസിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ഐക്കൺസിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ക്യാമലല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ഒരു കൗവിൻ്റെ ഇമേജ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് കൺവേർട്ട് ടു ഷേപ്പ്.
കൺവേർട്ട് ദ പീസ് ഓഫ് ദ ഗ്രാഫിക് into shapes so that you can move and edit them individually. ഇതിനെന്ത് ചെയ്യുക, ഓരോ ഷേപ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, ഇതിനെന്താണ്, നമ്മൾ ഓരോ ഷേപ്സ് ആക്കി മാറ്റും. ആ ഷേപ്സ് ആക്കി മാറ്റുന്നതിലൂടെ എന്ത് സംഭവിക്കും, ഇതിനെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പോസിബിൾ ആകും എന്നാണ് അവരുദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, നമ്മൾ ആ ഷേപ്പ് ഓരോ ഷേപ്പായിട്ട് ചേഞ്ച് ചെയ്തപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ലെഗ് സെപ്പറേറ്റ് ആയിട്ട് മാറി. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ഷേപ്സ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പോകുന്നത് ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്താണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാം, ഇതിനകത്ത് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിനെ നെക്സ്റ്റ് എന്താണ്, അടുത്ത ആ ഷേപ്പായിട്ട് മാറിയതിനെ ഞാൻ എന്ത് ചെയ്തു, അൺഡു ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളർ ഫോർമാറ്റൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. കണ്ടോ, ഇത് സെലക്ട്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ക്യാമലിന് കളർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, പലതരത്തിലുള്ള കളർ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണിത് ഈ ഗ്രാഫിക് സ്റ്റൈൽ എന്നുള്ളത്. അതല്ലാതെ ഇവിടെ നിന്ന് ഗ്രാഫിക് ഫില്ലും എന്ത് ചെയ്യാം, കളറിൽ ചേഞ്ചസ് വരുത്താം. കണ്ടോ, ഇങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്യാം. അതിൻ്റെ ഔട്ട്ലൈൻ കളർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഔട്ട്ലൈൻ നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. കണ്ടോ, ഇപ്പം അതിനൊരു ബ്ലാക്ക് ഔട്ട്ലൈനും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ഗ്രാഫിക് എഫക്റ്റ് കൊടുക്കാം. അതിനൊരു റിഫ്ലക്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. 3D എഫക്റ്റ് കൊടുക്കാം. കണ്ടോ, അതിനൊക്കെ ഇവിടെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി എന്താണ് ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ പറ്റി എന്ത് വരും, നമുക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വരും. അതായത് ഇതെന്താണ് ഈ ഒബ്ജക്റ്റ്, ക്യാമൽ വിത്ത് സോളിഡ് ഫിൽ. നമ്മളൊരു ക്യാമലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനൊരു സോളിഡ് കളറും കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച അറേഞ്ച് കമാൻഡ് ഗ്രൂപ്പാണ്. എന്തൊക്കെയായിരുന്നു, മറ്റേ ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡും, സെക്ഷൻ പെയിനും, അലൈൻമെൻറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അലൈൻമെൻറ്റിലൊക്കെ ചേഞ്ച് വരുത്താനായിട്ട് പറ്റും. സെൻറ്റർ അലൈൻമെൻറ്റും ലെഫ്റ്റ് അലൈൻമെൻറ്റും അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഇതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാം. ഇത് രണ്ട് ഒബ്ജക്ട്സിന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ രണ്ട് ക്യാമലിന് എക്സ്ട്രാ ഒരു ക്യാമലിനെയും കൂടെ കോപ്പി ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഗ്രൂപ്പ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ പെയിനിൽ ഇതിനെ ഹോമിൽ എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് രണ്ട് ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഹോം ടാബിൽ പഠിച്ചായിരുന്നു. ഈ എഡിറ്റിങ്ങിനകത്ത് സെലക്ട് എന്നുള്ളതിൽ എന്ത് ചെയ്യാം, സെലക്ട് ഓൾ ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ഈ ഗ്രാഫിക്സിൽ വന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇവയെ ഗ്രൂപ്പാക്കാം. കണ്ടോ, ഗ്രൂപ്പാക്കി നമ്മൾ. ഇപ്പം എന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും ഒരുമിച്ചേ മൂവ് ചെയ്യുള്ളൂ. കണ്ടോ, ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്താൽ മറ്റേ ഒബ്ജക്റ്റ് എന്താവും, അതിൻ്റെ കൂടെ മൂവായിട്ട് വരും. ഇനി അതിനെ അൺഗ്രൂപ്പ് ചെയ്യാനും പറ്റും. അൺഗ്രൂപ്പ് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും, അത് സെപ്പറേറ്റും ഇത് സെപ്പറേറ്റും ആവും. അതാണ് ഗ്രൂപ്പ്. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനും ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, നോർമൽ. പിന്നെ ക്രോപ്പ് ചെയ്യുക, നമുക്ക് ആവശ്യമനുസരിച്ച് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് ക്രോപ്പ് ചെയ്യാം. കണ്ടോ, ദെൻ പിന്നെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമ്മുടെ ക്യാമലിൻ്റെ ഹൈറ്റ് കൂടുന്നത് കാണാം. ഇനി വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെയാണ് സൈസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്തും വരുന്നത്. അപ്പോൾ മെയിൻലി ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഗ്രൂപ്പിനകത്ത് ഇതിത്രയാണ് വരുന്നത്. ഞാൻ ഈ ഓൾട്ട് ടെക്സ്റ്റ് ക്ലോസ് ചെയ്തു. ഗ്രാഫിക്സ് ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിനകത്ത് വരുന്ന കണ്ടൻ്റാണ് ഇതിത്രയും. ചേഞ്ച് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പും ഗ്രാഫിക് സ്റ്റൈല്, ആക്സസിബിലിറ്റി, അറേഞ്ച്, ദെൻ സൈസ്. ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചേഞ്ച് കമാൻഡ് ഗ്രൂപ്പിനകത്ത് ചേഞ്ച് ഗ്രാഫിക്സും കൺവേർട്ട് ടു ഷേപ്പും. ചേഞ്ച് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു
ഷേപ്പ് നമ്മുടെ ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജസ് നമ്മുടെ ഡിവൈസിൽ നിന്ന് കൊണ്ടുവരാം, സ്റ്റോക്ക് ഇമേജസിൽ നിന്ന് പുതിയൊരു ഇമേജ് കൊണ്ടുവരാം, ഓൺലൈനിൽ നിന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഐക്കൺസിൽ പോയി തന്നെ എന്ത് ചെയ്യാം, ഈ ക്യാമലിന് പകരം മറ്റൊരു ഐക്കൺ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൺവേർട്ട് ടു ഷേപ്പ്, നമുക്ക് ഈ ഒരു കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാമലിനെ ഇപ്പോൾ തന്നെ ഇതാ കാണാൻ പറ്റും, 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെ ഈ കൺവേർട്ട് ടു ഷേപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ലെഗ്, ഈ ഒരു പീസ് ഓഫ് ലെഗ് വേറെ ആയിട്ടും ഈ ഒരു പീസ് അങ്ങനെ 2 പീസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമലിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി ഈ ഗ്രാഫിക്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അടുത്തത് നമുക്ക് ഈ 3D മോഡൽസ് എന്താണെന്ന് നോക്കാം. 3D മോഡൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, insert a 3D model so you can rotate it as see all angles. നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ആംഗിൾസിൽ നിന്നും കാണാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം, നമ്മുടെ ഡിവൈസിൽ നിന്ന് ഒരു ഇമേജ് നമുക്ക് ആദ്യം കൊണ്ടുവന്ന് നോക്കാം. ഇൻസേർട്ട് 3D മോഡൽ ഫ്രം യുവർ കമ്പ്യൂട്ടർ ഓർ ഫ്രം അനദർ കമ്പ്യൂട്ടർ ദാറ്റ് യു ആർ കണക്റ്റഡ് ടു. നമുക്ക് നമ്മുടെ ഡിവൈസിൽ നേരത്തെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഇമേജ് കണ്ടായിരുന്നു, അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഇല്ല, സാധാരണ നോർമൽ ഇമേജസിനെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിനെന്ത് വേണം, 3D ഒബ്ജക്ട്സ് തന്നെ വേണം. സോ നമുക്കപ്പോൾ നോർമൽ പിക്ചേഴ്സിനെ ഒരിക്കലും 3D മോഡൽസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മൈക്രോസോഫ്റ്റിനകത്ത് തന്നെയുള്ള സ്റ്റോക്ക് 3D മോഡൽസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. സെയിം തന്നെയാണ്, അൺലീഷ് യുവർ ഇമാജിനേഷൻ വിത്ത് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ഫ്രം ദ സ്റ്റോക്ക് 3D മോഡൽ ലൈബ്രറി. നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ഇമേജസിൽ നിന്ന് സ്റ്റോക്ക് 3D മോഡൽസ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്യാമലിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്, ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3D മോഡൽസിനെ ഇവിടെ കൊണ്ടുവരാം. കണ്ടോ, നമുക്കിവിടെ ഇത്രയും 3D മോഡൽസ് അവൈലബിൾ ആണ്. കണ്ടോ, ഫസ്റ്റ് ആനിമൽസിൻ്റെ മോഡലുണ്ട്, ആനിമേറ്റഡ് ആനിമൽസ് ഉണ്ട്. കണ്ടോ, കുറച്ച് ഒബ്ജക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒബ്ജക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3Dയിലേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ നമുക്ക് ഈ ഷാർക്കിനെ കൊണ്ടുവരാം. ഇൻസേർട്ട് നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ ആ ഷാർക്കിൻ്റെ 3D മോഡൽ ഇവിടെ ഇൻസേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അത് ഇൻസേർട്ട് ആവാൻ. അത് ഇൻസേർട്ട് ആവുന്നുണ്ട്. കണ്ടോ, അത് ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ഷാർക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, അതിൻ്റെ ഈ ഹെഡും ടെയിലും ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ അപ്പോൾ ആ 3D മോഡൽ വന്നപ്പോൾ തന്നെ 3D മോഡൽ എന്ന് പറഞ്ഞ് ഒരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഒരു ആംഗിളിൽ വെച്ച് ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ഒരു സൈഡ് പോസാണിത്. ഇനി നമുക്ക് ബാക്ക് പോസ് ഇവിടെ നിന്ന് തന്നെ മൂവ് ചെയ്യണം. ഈ ഒരു ഇങ്ങനെ എന്താണ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ ഒരു പോസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഷ് മൂവിങ് നിർത്തിയിട്ട് നമുക്കൊരു നോർമൽ ഒരു പിക്ചർ പോലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്ക് വ്യൂ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഞാനിപ്പോൾ വെർട്ടിക്കലി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് താഴോട്ട് കണ്ടോ, നമുക്കിതിനെ തലകീഴായിട്ടൊക്കെ കാണാനായിട്ട് പറ്റും. കണ്ടോ, നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഇതിൻ്റെ വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നല്ലൊരു ക്ലിയർ ഇമേജാണ് ഇതിൻ്റെ വരുന്നത്. നമുക്കിതിനെ ഏത് പൊസിഷനിലോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ,
അപ്പോൾ ഇതാണ് ഒരു 3D മോഡൽ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിനകത്തുള്ള കമാൻഡ് ഗ്രൂപ്പ്സുകൾ നോക്കാം. 3D മോഡൽ എന്ന് പറയുന്ന ടാബിനകത്തുള്ള ആദ്യത്തെ കമാൻഡ് ഗ്രൂപ്പാണ് ഈ പ്ലേ 3D. അതായത് നമുക്കിവിടെ പോസ് ബട്ടൺ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇവിടെ പോസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പോസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സീൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് കാണുന്നുണ്ട്. എക്സ്പ്ലോർ ദ സീൻസ് അവൈലബിൾ ടു your 3D model and select which you would like to play. അതായത് ഇവിടെ കുറച്ച് സീൻസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്പീഡ് കണ്ടോ, സ്പീഡല്ല സോറി, ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ഫിഷ് ഒരു പോയിന്റിൽ നിന്ന്, ഇതിൽ ആദ്യത്തെ സീനാണിത്, എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ആവുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇത് കണ്ട ഒരു എക്സാക്ട്ലി ഒരു ഫിഷ് ടാങ്കിനകത്തൊക്കെ ഒരു ഫിഷ് ഇങ്ങനെ മൂവായി പോകുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, അതാണ് ആദ്യത്തെ സീന്. ഇതായിരുന്നു ഇതിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സീൻ. ഇതായിരുന്നു രണ്ടാമത്തെ സീനാണ് നമ്മളിത് ഇപ്പോൾ കണ്ടത്. കണ്ടോ, ഇത് മൂന്നാമത്തെ സീനാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ ഇതിങ്ങനെ ഇത് സംഭവം എന്തോ ഫിഷിനെ ഇങ്ങനെ ബൈറ്റ് ചെയ്യാൻ വരുന്നതായിട്ടാണ് നമുക്ക് ഈ തേർഡ് സീനിൽ കാണാൻ പറ്റുന്നത്. കണ്ടോ അതിൻ്റെ മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആണ്. നമുക്കതിൻ്റെ ടീത്ത് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ടീത്ത് വരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കണ്ണ്. ഇനി ഇതിൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. കണ്ടോ, അപ്പോൾ ഇതാണ് തേർഡ് സീൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 3 സീനിലായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഞാനിപ്പോൾ നൺ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊരു പിക്ചർ പോലെ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് സീൻ 1-ലായിരുന്നു. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് മാത്രം. ഓക്കെ, അടുത്ത 3D മോഡൽസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു കമാൻഡ് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിനകത്തും 3D മോഡൽസ് ആണ്. നേരത്തെ നമ്മളെന്താണ് 3D മോഡൽ ഇൻസേർട്ട് ചെയ്തതുപോലെ തന്നെ ഒന്നുകിൽ നമ്മുടെ ഡിവൈസിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് 3D ഇമേജസിൽ നിന്ന് നമുക്ക് മറ്റൊരു ഈ ഒരു ഷാർക്കിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇമേജ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ടും പറ്റും. അടുത്തത് റീസെറ്റ് 3D മോഡൽ. അപ്പം നമ്മൾ ഇത് റീസെറ്റ് 3D മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ 2 ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. റീസെറ്റ് 3D മോഡൽ ആൻഡ് സൈസ്. ഫസ്റ്റത്തത് 3D മോഡൽ മാത്രമാണ്. അതായത് ഡിസ്കാർഡ് ഓൾ ഫോർമാറ്റിംഗ് ചേഞ്ചസ് യു മെയ്ഡ് ടു ദിസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഇതിന് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസല്ല, ഇതിൽ എന്തെങ്കിലും ഫോർമാറ്റിംഗ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇത് ആദ്യം വന്നിരുന്നത്. നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഇതിൻ്റെ പൊസിഷനാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണോ ഓപ്പൺ ആയത് അതുപോലെ എന്ത് സംഭവിച്ചു, തിരിച്ച് ആ ഒരു ഫ്രണ്ട് വ്യൂവിലേക്കായിരുന്നു പോയത്. ഞാൻ ഇപ്പോൾ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റീസെറ്റ് 3D മോഡൽ ആൻഡ് സൈസ്. അപ്പോൾ ഇതിൻ്റെ സൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ റീസെറ്റ് 3D മോഡൽ ആൻഡ് സൈസ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ഓൾ ഫോർമാറ്റിംഗ് ചേഞ്ചസ് യു മെയ്ഡ് ഇൻ ദിസ് 3D മോഡൽ ഇൻക്ലൂഡിങ് ഇറ്റ് സൈസ്. ഇതിൻ്റെ സൈസ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും കുറയും, ഇപ്പോൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയതായിട്ടും കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താവും, റിമൂവ് ആവും. കണ്ടോ, നമ്മൾ സൈസൊന്നും കൂട്ടിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഉണ്ടോ, ഇനി ഇതിനകത്ത് 3D മോഡൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിനകത്ത് എന്താണ്, ഈ 3D മോഡലിൻ്റെ പല ടൈപ്പ് വ്യൂകളാണ്. ഇങ്ങനെ ഒരു വ്യൂ, സൈഡ് വ്യൂ, ഇതിൻ്റെ അപ്വേർഡ് വ്യൂ ആണിത്. ഞാൻ ഇതിൻ്റെ സൂമിങ് ഒന്ന് കുറച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും.
കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഒരു ടാങ്കിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മീനിനെ ഇങ്ങനെ ആയിരിക്കും. നമ്മളൊരു ഫിഷ് ടാങ്കിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇങ്ങനെ കാണാൻ പറ്റും. അതേസമയം ഒരു ഫിഷ് ടാങ്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് അതിൻ്റെ സൈഡ് അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കാണുന്നത്. അടുത്ത വ്യൂ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കാം. കണ്ടോ, അതും എന്താണ്, ഇതിപ്പോൾ ഒരു ഡിസ്റ്റൻറ്റിൽ അതിൻ്റെ ഒരു ബാക്ക് പോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് റൈറ്റ് സൈഡ് പോസാണ്. ഇത് ഡൗൺവേർഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ വലിയ അക്വേറിയത്തിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ മുകളിൽ കൂടെയൊക്കെ പാസ് ചെയ്യുന്ന മീനുകളുടെ താഴത്തെ ഭാഗം നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അടുത്തത് ഇത് ഡയറക്റ്റ് ഫ്രണ്ട് പോർഷനാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഇതെന്താണ്, എബവ് ഫ്രണ്ടിൻ്റെ കുറച്ചും കൂടെ മേളിലുള്ള പോർഷൻ. ഇത് ബിലോ ഫ്രണ്ട് എന്ന് പറയും. അടുത്ത ഇത് എബവ് ബാക്കിൻ്റെ എബവ് മുകൾ ഭാഗമാണ്. ഇത് ബാക്കിൻ്റെ നമ്മുടെ ആ ഫിഷിൻ്റെ ബാക്ക് സൈഡിൻ്റെ താഴത്തെ ഭാഗം. അങ്ങനെ ഓരോ ആംഗിളിൽ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും, കൃത്യമായിട്ടും ഈ ഇമേജിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഒരു റിയൽ ഷാർക്കിൻ്റെ എഫക്റ്റ് എന്ത് കിട്ടും, ഈ 3D മോഡലിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഓൾട്ട് ടെക്സ്റ്റ് നോക്കാം. കണ്ട, സ്വിമ്മിങ് ഷാർക്ക്, ഒരു നീന്തിക്കൊണ്ടിരിക്കുന്ന ഷാർക്കിനെയാണ് നമ്മൾ എന്തിനകത്ത് കാണുന്നത്, ഈ ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇമേജ് അല്ല, ഇത് 3D എന്താണ് 3D മോഡലാണിത്, നോട്ട് ഇമേജ്. ഇമേജിനൊരിക്കലും മൂവ്മെൻറ്റ് കാണില്ല. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അറേഞ്ചും സൈസും നിങ്ങൾക്ക് കണ്ടേ, ഈ ഹൈറ്റിലൂടെ ഫിഷിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഇങ്ങനെ ഡിക്രീസ് ചെയ്യാനും പറ്റും, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡിക്രീസ് ചെയ്യാനും പറ്റും. ഇനി എന്ത് ചെയ്യുക, റീസെറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും, പഴയ പോലെ നമ്മൾ എങ്ങനെയാണോ ഓപ്പൺ ആക്കിയത് അതേപോലെ ഒരു വ്യൂയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് എന്ത് 3D മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഡിലീറ്റ് കീ. 3D മോഡൽ റിമൂവ് ആയിട്ടുണ്ട്. അടുത്ത ഇൻസേർട്ടിനകത്ത് നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു, ഇല്ലസ്ട്രേഷനകത്ത് ഷേപ്പ് കവർ ചെയ്തു, ഐക്കൺസ് കവർ ചെയ്തു, 3D മോഡൽ കവർ ചെയ്തു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ആർട്ട്.